Hello, everyone. How is the food? Very tasty? How does the girl look like? Very beautiful. How was the party? Very bad. എന്നിങ്ങനെ എല്ലാത്തിനും വെരി ചേർത്ത് സംസാരിക്കുന്നതിന് പകരം ഒരൊറ്റ വാക്ക് ചേർത്ത് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് നിങ്ങളുടെ ഭാഷയെ ഒരുപാട് ഭംഗിയുള്ളതാക്കുന്നത്. നമ്മൾ പറയാറില്ലേ, സിമ്പിൾ is beautiful. Not just in life, but also in using language. സിമ്പിൾ ആയിട്ടൊരു സെന്റൻസ് പറയാൻ പറ്റുമ്പോഴാണ് നിങ്ങളുടെ ഭാഷ ഭംഗിയുള്ളതാകുന്നത്. രണ്ട് വാക്കിന് പകരം ഒരു വാക്ക് അർത്ഥം നഷ്ടപ്പെടാതെ പറയാൻ പറ്റുന്നുവെങ്കിൽ അത് തന്നെയാണ് നിങ്ങളുടെ സൗന്ദര്യം ഭാഷയിൽ പ്രതിഫലിപ്പിക്കുന്നത്. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വെരി ചേർത്ത് നിങ്ങൾ പറയാറുള്ള വാക്കുകൾ, അതിനു പകരം ഒറ്റ വാക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കുകളാണ്. സോ ലെറ്റ് us start. ഫസ്റ്റ് വേർഡ് എന്നുള്ളത് വെരി ഏബിൾ, നല്ല കഴിവുള്ള ആള്. പ്രൊഫിഷ്യന്റ് എന്നാണ് ആ വാക്ക്. ഫോർ എക്സാമ്പിൾ, ശശി തരൂർ ഇസ് പ്രൊഫിഷ്യന്റ് ഇൻ ഇംഗ്ലീഷ്. ശശി തരൂർ ഇംഗ്ലീഷിൽ വളരെ കഴിവുള്ള ആളാണ്. വെരി ബോറിംഗ്, tedious. The movie was tedious. സിനിമ വളരെ ബോറിംഗ് ആയിരുന്നു. Very confused, baffled. I was baffled. ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. Very dirty, filthy. The surrounding is very dirty. അതിനെ നമുക്ക് the surrounding is filthy എന്ന് പറഞ്ഞ് റീപ്ലേസ് ചെയ്യാവുന്നതാണ്. Very easy, effortless. The exam was very easy or the exam was effortless. Exam വളരെ എളുപ്പമുള്ളതായിരുന്നു. Very funny, hilarious. Charlie Chaplin's performance was hilarious. ചാർലി ചാപ്ലിന്റെ പെർഫോമൻസ് ഭയങ്കര ചിരി വരുത്തുന്നതായിരുന്നു. ഹിലേരിയസ് എന്നാണ് ആ വാക്ക്. വെരി ഗ്ലാഡ്, ഓവർജോയ്ഡ്. I am very glad or I am overjoyed. ഞാൻ അതീവ സന്തുഷ്ടനാണ്. Very happy, ecstatic. The children were ecstatic. കുട്ടികൾ വളരെ സന്തുഷ്ടരായിരുന്നു. Very interesting, fascinating. The book was very interesting or the book was fascinating. Book വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എന്നാണ് fascinating എന്നുള്ള വാക്കിന്റെ അർത്ഥം. Very joyful, exuberant. Very joyful means ധാരാളം ഊർജ്ജസ്വലനായിട്ടുള്ള ആൾ. Exuberant, ഊർജ്ജസ്വലതയുള്ള ആൾ എന്നാണ് അർത്ഥം. For example, almost all the characters of Dulquer Salmaan are very joyful. ഇതിനെ നമുക്ക് almost all the characters played by Dulquer Salmaan are exuberant എന്ന് പറയാം. Very kind, compassionate. Mother Teresa was compassionate. Mother Teresa വളരെ ദയാലുവായിരുന്നു. Very large, huge. വലിയത്. I have a very large house. എനിക്കൊരു വലിയ വീടുണ്ട്. I have a huge house. Very mad, demented. ഭ്രാന്താവുക. For example, she was very mad with anger when her son didn't come home. അവൾ
ദേഷ്യം കൊണ്ട് ഭ്രാന്ത ആയതുപോലെയായി വെൻ അവരുടെ മകൻ വീട്ടിലേക്ക് എത്താതായപ്പോൾ. You can say this as she was demented with anger when her son didn't come home. Very nasty, obnoxious, മ്ലേച്ഛമായത്. He is the obnoxious member in that gang. ആ ഗ്യാങ്ങിനകത്ത് ഏറ്റവും മ്ലേച്ഛമായിട്ടുള്ള, ഏറ്റവും മോശമായിട്ടുള്ള മെമ്പർ അവനാണ്. Very old, ancient. This is a very old home. Or you can say this is an ancient home. ഇതൊരു പുരാതനമായ വീടാണ്. Very painful, excruciating. The pain was excruciating. വേദന അതിഭീകരമായിരുന്നു, സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു എന്നാണ് അർത്ഥം. Very quiet, hushed. The courtroom was hushed means കോടതി മുറി വളരെ ക്വയറ്റ് ആയിരുന്നു, ശബ്ദം ഇല്ലാത്ത, സൈലന്റ് ആയിരുന്നു. Very rude, boorish, അപമര്യാദയായിട്ട്. For example, he plays a boorish character in that film. ആ ഫിലിമിൽ അദ്ദേഹം ഒരു അപമര്യാദയായിട്ടുള്ള ക്യാരക്ടറാണ് പ്ലേ ചെയ്യുന്നത്. Very shy, timid. അവൾ വളരെ നാണം കുണുങ്ങിയാണ്. She is timid. Very tired, exhausted, ക്ഷീണിക്കുക. I am exhausted after a day's work. ഒരു ദിവസത്തെ ജോലിക്ക് ശേഷം ഞാൻ ആകെ ക്ഷീണിതനാണ്. Very ugly, hideous. അതിഭയാനകമായ അല്ലെങ്കിൽ വൃത്തികെട്ട എന്നാണ് അർത്ഥം. For example, I saw a hideous beast. ഞാൻ ഒരു വൃത്തികെട്ട അല്ലെങ്കിൽ അതിഭയാനകമായ മൃഗത്തെ കണ്ടു. Very vicious, malicious. നീചന്മാരായിട്ട് പെരുമാറുക. For example, many of the rulers were malicious. ഒരുപാട് റൂളേഴ്സ്, ഭരണാധികാരികൾ നീചന്മാരായിരുന്നു. Very wicked, evil, ദുഷ്ടത്തരം. He plays a very wicked character in the movie. അവൻ മൂവിയിൽ ഒരു ദുഷ്ടകഥാപാത്രമാണ് ചെയ്യുന്നത്. He plays an evil character in the movie. എന്ന് വേണമെങ്കിൽ ഇതിനെ നമുക്ക് very എന്നത് റീപ്ലേസ് ചെയ്ത് evil എന്ന ഒറ്റ വാക്കിൽ പറയാവുന്നതാണ്. Very xenophobic, jingoistic. മറ്റ് ദേശക്കാരോടുള്ള വിദ്വേഷം. For example, ex-American President Trump was very xenophobic. ഇതിനെ നമുക്ക് ex-American President Trump was jingoistic. മറ്റ് ദേശക്കാരോട് വെറുപ്പുള്ള ആളായിരുന്നു, വിദ്വേഷം വെച്ച് പുലർത്തുന്ന ആളായിരുന്നു മുൻ കഴിഞ്ഞു പോയ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ്. Very young, juvenile. വളരെ പ്രായം കുറഞ്ഞ ആള്, 18 വയസ്സിനും താഴെ ഉള്ള ആള്. Of the 6 convicted of a rape in Nirbhaya case, 1 was a juvenile. നിർഭയ കേസിൽ കുറ്റം ചുമത്തപ്പെട്ട 6 പേരിൽ ഒരാൾ ഒരു ജുവനൈൽ ആയിരുന്നു, വളരെ ചെറുപ്പക്കാരനായിട്ടുള്ള 18 വയസ്സിന് താഴെയുള്ള ആളായിരുന്നു എന്നാണ് അർത്ഥം. Very zen, meditative, absorbed in thought. വളരെ മെഡിറ്റേറ്റീവ് ആയിട്ട്, മെഡിറ്റേറ്റ് ചെയ്യുന്ന പോലെ ഫോക്കസ് ചെയ്യുക. For example, be meditative
about your actions and not worry much about the results. നിങ്ങളുടെ പ്രവർത്തനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യൂ, അതിൽ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യൂ, ആൻഡ് പ്രവർത്തനത്തിന്റെ ഫലങ്ങളെക്കുറിച്ച് നിങ്ങൾ പേടിക്കാതിരിക്കൂ, അല്ലെങ്കിൽ ബോധേഡാവാതിരിക്കൂ എന്നാണ് അർത്ഥം. അപ്പോ ഇത്രയുമാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ള വാക്കുകൾ. ഇന്നത്തെ നമ്മുടെ ആക്ടിവിറ്റി ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു 5 വാക്ക് എടുത്തിട്ട്, 5 വാക്ക് എന്ന് വെച്ചാൽ വെരി ഉപയോഗിച്ചിട്ടുള്ള വാക്കല്ല, വെരി ഉപയോഗിക്കാതെ ഒറ്റ വാക്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾ 5 സെന്റൻസസ് ഉണ്ടാക്കുക. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ലൈക്ക് ദ വേർഡ് വെരി കൈൻഡ്, അതിന് പകരം നിങ്ങൾ ഉപയോഗിക്കേണ്ടത് കമ്പാഷനേറ്റ് എന്നുള്ള വാക്കാണ്. എന്നിട്ട് അത് ഉപയോഗിച്ച് ഒരു സെന്റൻസ് ഉണ്ടാക്കുക. അങ്ങനെ 5 വേർഡ്സ് ചൂസ് ചെയ്ത് വെരി ഉപയോഗിക്കാതെ തന്നെ അതിന്റെ മീനിങ് വരുന്ന രീതിയിൽ ഒറ്റ വാക്ക് ഉപയോഗിച്ചിട്ട് 5 സെന്റൻസുകൾ നിങ്ങൾ ഉണ്ടാക്കി ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.